നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരേ മനസ്സോടെ വേണ്ട, മുഖം തിരിച്ചിരുന്നും പ്രാഗിക്കൊണ്ടാണേലും ഒരു പിടി മറ്റ അകത്ത് ചെല്ലട്ടെ മക്കളെ. അവിടെ ഇരുന്ന് കഴിക്കും മോനെ. നിങ്ങൾ തന്നെ കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. എന്റെ ഈശ്വര, ഞാൻ വരുന്നില്ലമ്മേ. ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മ പോകൂ. മോനെ വെറുതെ വാശി പിടിക്കേണ്ട നീ വാ. അവിടെ ആരും നിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല. അമ്മയല്ലേ പറയുന്നത്. ഇന്നുവരെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെയൊക്കെ വാക്ക് കേൾക്കാതെ ഞാൻ ചെയ്തതൊക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് കലാശിച്ചിട്ടേ ഉള്ളൂ. ഹരിതയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോ ഒരക്ഷരം പോലും എതിർപ്പ് പറയാതെ ഇരു കൈ നീട്ടി സ്വീകരിച്ചത് അമ്മയാ. അതുപോലെ ഞാൻ തുടങ്ങാനിരുന്ന ബിസിനസിനെ പറ്റി പലരും കളിയാക്കിയപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നതും അമ്മയാ. ഒടുവിൽ അച്ഛൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ പണം, വീട് വെക്കാനുള്ള അച്ഛന്റെ മോഹം, അതുപോലും പതുക്കെ മതിയെന്ന് പറഞ്ഞ് എല്ലാവരുടെയും എതിർപ്പിനെയും മറികടന്ന് എനിക്ക് പണം വാങ്ങി തന്നതും അമ്മയാ. ആ പണവും അതിന്റെ ഇരട്ടിയും തിരികെ തരണമെന്ന് കരുതിയ ഞാൻ ബിസിനസ്സിന് ഇറങ്ങിയത്. പക്ഷേ എവിടെയോ ഞാൻ ചതിക്കപ്പെട്ടു. കുടിച്ചു കൂത്താടിയിട്ടല്ല, തുടങ്ങിയ ബിസിനസിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. അതിന് എല്ലാവരും എന്നെ കള്ളനാക്കി. ഇപ്പൊ ഞാൻ വീട്ടുകാരുടെ മുമ്പിലും എന്റെ ഭാര്യയുടെ മുമ്പിലും കള്ളനാ. ഒരു കള്ളനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ മറ്റുള്ളവരും മടിക്കും. അമ്മയുടെ നല്ല മനസ്സിന് അമ്മ എന്നെ വിളിച്ചു. പക്ഷേ ഞാൻ വരുന്നില്ല അമ്മ. മോനെ, നീ എന്റെ വയറ്റിൽ പിറന്ന മോനാ. നിന്നെ മാറ്റി നിർത്താൻ ഈ അമ്മയ്ക്ക് പറ്റില്ലടാ. ഒരു മകന്റെ തെറ്റുകൾ പൊറുക്കാൻ ഈ ഭൂമി മലയാളത്തില് അവനെ നൊന്തു പ്രസവിച്ച അവന്റെ അമ്മയ്ക്കല്ലേ കഴിയൂ. എല്ലാ പിണക്കങ്ങളും വൈരാഗ്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് നീ വാ മോനെ. നിന്നെ 10 മാസം വയറ്റി കൊണ്ടു നടന്ന് നൊന്തു പ്രസവിച്ച അമ്മ ഈ പറയുന്നത്. നീ വാ. എന്നാലും അമ്മ. ഒരെന്നാലും ഇല്ല മോനെ, നീ ഇങ്ങോട്ട് വാ. വാ. മാമൻ, നീ എവിടെ ഇരിക്കും? അങ്ങോട്ട് ഇരിക്കടാ. പ്രകാശേട്ടൻ എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് കള്ളന്മാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല. നാളെ ഇതുവരെ ആ ശീലവും ഇല്ല. എന്താ പ്രകാശേട്ട ഈ പറയുന്നേ? മോഷണക്കാരിക്ക് കഴിഞ്ഞതല്ലേ, ഇനി എന്തിനാ കുത്തിപ്പൊക്കുന്നേ? അതും ഭക്ഷണത്തിന്റെ മുമ്പില്. പ്രകാശേട്ട, ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, പറഞ്ഞേക്കാം. നീ എന്റെ വായുന്നതിൽ കേക്കണ്ടെങ്കിൽ നാവടയ്ക്കുന്നോളാം, ഇല്ലെങ്കിൽ അടിച്ച് കരണക്കുറ്റി പൊട്ടിക്കും ഞാൻ. ഒന്നുകിൽ ഇവൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോണം, അല്ലെങ്കിൽ ഞാൻ പോയേക്കാം. എന്താ വേണ്ടേന്ന് തീരുമാനിക്കും. എടാ, അവൻ ചെയ്ത തെറ്റിന് അവൻ കുറ്റം ഏറ്റുപറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചില്ലേ? എന്നിട്ടും അവനെ എന്തിനാ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ഞാൻ കാരണം ആരും ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട. നീ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കടാ. ഇരിക്കടാ അവിടെ. പ്രകാശൻ, നീ മിണ്ടായിരുന്ന ആഹാരം കഴിക്ക്. ഒരേ മനസ്സോടെ വേണ്ട, മുഖം തിരിച്ചിരുന്നും പ്രാഗിക്കൊണ്ടാണേലും
ഒരു പിടി മറ്റ അകത്ത് ചെല്ലട്ടെ മക്കളെ. അവിടെ ഇരുന്ന് കഴിക്കും മോനെ. നിങ്ങൾ തന്നെ കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. എടാ, തിന്ന്. അയ്യോ, എന്റെ ഈശ്വരാ. ഇവിടെയുള്ളവരൊക്കെ കള്ളന് കഞ്ഞി വെക്കുന്നവരാ. ഇവിടെ വേവുന്ന ഓരോ വറ്റിലും കള്ളന്റെ പാപക്കറയുണ്ട്. അങ്ങനെയുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. കള്ളന് കഞ്ഞി വെക്കുന്നവരും കൂടിയാണ് കഴിച്ചാൽ മതി. ഓടാ. എന്റെ ഈശ്വര, എന്തൊക്കെ ഈ കാണുന്നേ? ഭക്ഷണം എടുത്ത് കളയാനും തുടങ്ങിയിരിക്കുന്നു. ഒരു കുടുംബം നശിക്കാൻ ഇനി എന്താ വേണ്ടത്? തനി മൂദേവി വിളയാട്ടം തുടങ്ങിക്കഴിഞ്ഞില്ലേ? എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, യശോദ തരുന്ന ഭക്ഷണം വാശി പിടിച്ച് തട്ടിയെറിഞ്ഞവനല്ലേ നീ? പ്രകാശന്റെ പ്രവൃത്തിയും അങ്ങനെ കാണാവേ. അവന്റെ അജ്ഞതയ്ക്ക് മാപ്പ് കൊടുക്കണേ ഭഗവാന്. അന്നൻ ദൈവമാണെന്ന് അവൻ അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.